വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ 9, 10, 11 വാർഡുകളും നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 3 ദുരന്തബാധിത വാർഡുകളായി പ്രദേശങ്ങളായി പ്രഖ്യാപിക്കാൻ ക്യാബിനറ്റ് അവിടെ സന്ദർശനം നടത്തിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിൻ്റെയും ഭൗമ്യശാസ്ത്ര നിരീക്ഷകരുടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയുണ്ടായി. വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ നാശനഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക് നൽകിയിരുന്ന താൽക്കാലിക താമസത്തിനുള്ള വാടക മരണപ്പെട്ടയാളുടെ നിയമപരമായ അവകാശികൾക്ക് STRF നിന്ന് പുറമെ CMDRF നിന്ന് കൊടുക്കുന്ന എക്സ്ഗ്രേഷ്യ ഉൾപ്പെടെ എല്ലാ ധനാശ്വാസവും ഇവിടെ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ 9, 10, 11 വാർഡുകളിലെയും നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 3-ലെയും ദുരന്തബാധിതരായ ആളുകൾക്കും കുടുംബങ്ങൾക്കും നൽകാനും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ 9, 10, 11 വാർഡുകളിലും നരിപ്പറ്റ പഞ്ചായത്തിലെ വാർഡ് 3-ലും അതായത് പ്രശ്നബാധിതമാണെന്ന് ദുരന്തബാധിതമാണെന്ന് പ്രഖ്യാപിച്ച 4 വാർഡുകളിലും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ജില്ലാ ഭരണകൂടം നൽകിയ നിർദ്ദേശമനുസരിച്ച് അവർക്ക് ആവശ്യമായ സൗജന്യ റേഷൻ ആവശ്യമായ സമയത്തേക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യവും ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ ഇവിടെ പറഞ്ഞതുപോലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരൽമല നിവാസികൾക്ക് ദുരന്തബാധിതമായി പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായ എല്ലാ ധനാശ്വാസവും ലഭ്യമാക്കും എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ നമുക്ക് ധാരണയുണ്ട്. 597/2022, 589/2024, 7/2024 തുടങ്ങിയ 3 ഗവൺമെൻറ് ഉത്തരവുകളിലൂടെ അവിടെയുള്ള ധനാശ്വാസങ്ങളുടെ പ്രഖ്യാപനം സർക്കാർ നേരത്തെ നടത്തിയിട്ടുണ്ട്. അതായത് വാടക ഇനത്തിൽ വാടക വീടുകളിലേക്ക് മാറിയവർക്കും ബന്ധു വീടുകളിലേക്ക് പോകുന്നവർക്കും 6000 രൂപ വാടക എന്ന നിലയിൽ നിശ്ചയിച്ച് അത് നൽകാനുള്ള സഹായം, ഉരുൾപൊട്ടൽ ബാധിതരായ ആളുകൾക്ക് ഓരോ കുടുംബത്തിനും 10000 രൂപ എന്ന വിധത്തിൽ പ്രാഥമികമായിട്ടുള്ള ധനസഹായം, ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് 300 രൂപ വീതം ഒരു കുടുംബത്തിലെ മുതിർന്ന 2 അംഗങ്ങൾക്കുൾപ്പെടെ നൽകാൻ തീരുമാനിക്കുന്ന ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നൽകാൻ വേണ്ടി കഴിയുന്നതാണ്. അതോടൊപ്പം 7/2024 പറഞ്ഞതുപോലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഇവിടെ ഇപ്പോൾ മാത്യു മാഷിന് മാത്രമേ മരണം ഉണ്ടായിട്ടുള്ളൂ. 4 ലക്ഷം STRF നിന്ന് പുറമെ 2 ലക്ഷം CMDRF നിന്നുകൂടി അനുവദിക്കാനുള്ള തീരുമാനം അവർക്ക് നിലനിൽക്കും. അതുപോലെ തന്നെ കൈകാലുകൾ, കണ്ണ് ഒക്കെ നഷ്ടപ്പെട്ടവർക്ക്, ഉരുൾപൊട്ട മേഖലയിൽ പെട്ട ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന STRF സംഖ്യയ്ക്ക് പുറമെ അധികമായി കൊടുക്കാനുള്ള തീരുമാനം, ആശുപത്രികളിൽ കിടക്കുന്നവർക്ക് നിലവിൽ STRF നിന്ന് കൊടുക്കുന്ന സംഖ്യയ്ക്ക് പുറമെ അധികമായി കൊടുക്കാനുള്ള തീരുമാനം, ഇതെല്ലാം വിലങ്ങാടിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നടപ്പിലാക്കും എന്ന് ക്യാബിനറ്റ് തീരുമാനത്തിലൂടെ സർക്കാർ നിശ്ചയിക്കുകയുണ്ടായി. ആ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. വിലങ്ങാട് ഈ ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ ആളുകളെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പ്രശ്നബാധിത സ്ഥലത്ത് നൽകിയതുപോലെയുള്ള സഹായങ്ങൾ, ഈ പറഞ്ഞ 3 കാര്യങ്ങളിലും സഹായങ്ങൾ നൽകാനുള്ള സംവിധാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ ക്യാബിനറ്റ് തീരുമാനിച്ചത്. ഈ കാര്യമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്.